ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 114ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു, ഇയ്യോബ് 17 മുതൽ 20 വരെ, അപ്പോസ്തല പ്രവൃത്തികൾ 25-ാം അധ്യായം. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സസ്യങ്ങളിലും ഫലങ്ങളിലും നിന്ന് ലഭിക്കുന്നതും പാഠഭാഗത്തിലെ ഒരു സംഖ്യയും ഉള്ള ഒരു 3 അക്ഷര പദം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. സസ്യങ്ങളിലും ഫലങ്ങളിലും നിന്ന് ലഭിക്കുന്നതും പാഠഭാഗത്തിലെ ഒരു സംഖ്യയും ഉള്ള ഒരു 3 അക്ഷര പദം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജീവിതം അവസാനിച്ചു എന്നതിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഷാ പ്രയോഗം. ജീവിതം അവസാനിച്ചു എന്നതിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഷാ പ്രയോഗം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ശരീര അവയവങ്ങൾ എന്നർത്ഥമുള്ള ഒരു വാക്ക് ഏത്? ശരീര അവയവങ്ങൾ എന്നർത്ഥമുള്ള ഒരു വാക്ക് ഏത്? നാലാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീനാമവും ഉച്ചത്തിലുള്ള ശബ്ദം എന്നർത്ഥം വരുന്ന ഒരു പദവും ചേർന്ന ഒറ്റപ്പദം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീനാമവും ഉച്ചത്തിലുള്ള ശബ്ദം എന്നർത്ഥം വരുന്ന ഒരു പദവും ചേർന്ന ഒറ്റപ്പദം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമ പാഠഭാഗത്ത് ഒരു പട്ടണത്തിന്റെ പേരും റോമൻ ചക്രവർത്തികളെ വിളിക്കുന്ന ഒരു ബഹുമതി പദവും ഒരക്ഷര വ്യത്യാസത്തിലാണ്. ഏതെല്ലാം? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പുതിയ നിയമ പാഠഭാഗത്ത് ഒരു പട്ടണത്തിന്റെ പേരും റോമൻ ചക്രവർത്തികളെ വിളിക്കുന്ന ഒരു ബഹുമതി പദവും ഒരക്ഷര വ്യത്യാസത്തിലാണ്. ഏതെല്ലാം? അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ്. ഇതിന്റെ ഉത്തരം അയക്കേണ്ടത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരവും വിത്ത് റെഫറൻസുമായിട്ടാണ് അയക്കേണ്ടത്. ശരി ഉത്തരം നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളെ ശരി ഉത്തരവുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.